ക്രിസ്തുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, യേശുതമ്പുരാൻ്റെ ജനന പെരുന്നാളിലേക്കാകുന്നുവല്ലോ നാം ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായുള്ള വെളിപാടുകളുടെയും ദൈവദൂതന്മാരുടെ ഇടപെടലുകളുടെയും അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിനത്തിലേക്കാകുന്നു നാം കടന്നു വന്നിരിക്കുന്നത്. പൗരസ്ത്യ സഭ ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വചനിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആരാധനാ വർഷത്തിൽ 2 തവണ ഈ വചനിപ്പ് പെരുന്നാളിനെ വളരെ അനുഗ്രഹീതമായി നമ്മൾ ആഘോഷിക്കാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. അനുഗ്രഹത്തോടുകൂടി ആരാധനകളെ ക്രമീകരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന കഷ്ടാനുപാഴ്ച ദിനയിലെ ദുഃഖവെള്ളി ദിനത്തിൽ ഈ വചനിപ്പ് പെരുന്നാൾ കടന്നു വന്നാലും ഏറെ ആഘോഷത്തോടുകൂടി വിശുദ്ധ കുർബാനയോടുകൂടെ ആ പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം മാത്രമാണ് ദുഃഖവെള്ളി ആരാധനകളിലേക്ക് പോലും സഭ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും എല്ലാ പെരുന്നാളുകളുടെയും തുടക്കമാകുന്ന പെരുന്നാളാണ് വചനിപ്പ് പെരുന്നാൾ എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെയും നമ്മൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് എവങ്കലോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാകുന്നുവല്ലോ എന്നത്തെ ചിന്താവിഷയം. കന്യകയുടെ അടുക്കിലേക്ക് ദൈവദൂതൻ കടന്നു വന്നുകൊണ്ട് ആരും ഒരിക്കലും ചിന്തിച്ചാലോ ബുദ്ധിതലങ്ങളിൽ നിന്ന് തങ്ങളുടെ ചിന്തകളിൽ നിന്നും ബുദ്ധിതലങ്ങളിൽ നോക്കുമ്പോൾ ഒരിക്കലും സാധിക്കാത്ത അനുഭവത്തോട് ചോർന്നു നിന്നുള്ള ഒരു വെളിപാടിന് സാക്ഷിയായിത്തീരുന്ന ഒരു അനുഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രമാണ് നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്താണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്? നമ്മോട് ഈ വേദഭാഗം പറയുകയാണ്, സ്വയത്തെ മറന്നുകൊണ്ട് ദൈവഹിതത്തിന് അനുരൂപരാകുവാൻ കഴിയണം. എന്താണ് ഈ സ്വയത്തെ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പലപ്പോഴും നമ്മൾ സേഫ് സോണുകൾ നോക്കി ചലിക്കുന്ന സന്ദർഭങ്ങളാകുന്നുവല്ലോ ഉള്ളത്. നാം ഒന്നോർത്താൽ, കന്യകയായ ഒരു സ്ത്രീയുടെ അടുക്കൽ വന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കൽ വന്ന് പുരുഷനെ അറിയാത്ത അനുഭവത്തിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നേരിടാവുന്ന വലിയ കോളിളക്കങ്ങളെയൊക്കെയും മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയാകാറുണ്ട്. പക്ഷെ അവിടെയും ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച ഒരു പരിശുദ്ധ കന്യക മറിയമിനെ നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയത്തെ മറക്കുക എന്നുള്ളത്. ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച ആ വെളിപാടിൽ തനിക്കുണ്ടാകാവുന്ന എല്ലാ പ്രതികൂലതകളെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവ് ദൈവഹിതത്തിനായിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വയത്തെ മറക്കുന്ന അനുഭവത്തെ ദൈവമാതാവ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. യഹൂദ പാരമ്പര്യങ്ങളിൽ കന്യകയായ ഒരുവൾ ഗർഭിണിയായാൽ എത്രത്തോളം അസ്വസ്ഥതകൾ അവർക്ക് സമൂഹം സമ്മാനമായി നൽകുമെന്നുള്ളത് ആവർത്തന പുസ്തകം 22-ാം അധ്യായവും 24-ാം അധ്യായവും ലേവ്യ പുസ്തകം 20-ാം അധ്യായവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വിവാഹമോചനം നേടാമെന്നും മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒക്കെയും തുടങ്ങുന്ന യഹൂദ ന്യായപ്രമാണങ്ങളോട് ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ സ്വയത്തെ മറഞ്ഞ് ദൈവത്തോട് ചേർന്നൊരു വിശ്വാസിയുടെ ജീവിതം എത്രത്തോളം ചലിക്കപ്പെടേണ്ടു എന്നുള്ളത് പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് കാട്ടിത്തരുന്ന ഒന്നാണ് എന്ന് നാം മറന്നു പോകരുത്. ദൈവമാതാവിനോടൊപ്പം നസ്രേത്ത് എന്ന് പറയുന്ന പട്ടണവും ഇവിടെ വളരെ ശ്രദ്ധനീയമാണ്. യാതൊരു പ്രാധാന്യവും അന്ന് വരെ വലുതായി കൽപ്പിക്കാത്ത ഒരു നഗരത്തിലേക്ക്, അവിടെ ഉണ്ടായിരുന്ന ഒരു കന്യകയിലേക്കാണ് ഈ ദൈവദൂതൻ്റെ വെളിപാട് കടന്നു വരുന്നത്. എന്താണ് അത് നമുക്ക് നൽകുന്ന പ്രബോധനം എന്ന ചോദ്യത്തിന്, മനുഷ്യൻ നൽകുന്ന സ്ഥാനവും മാനവും വലിയ പ്രാഗൽഭ്യങ്ങളുടെ തലക്കെട്ടുകളും ഒന്നുമല്ല ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നതെന്ന് നാം മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നൽകാവുന്ന അനുഗ്രഹങ്ങളെ പ്രാപ്തിയോടുകൂടെ നൽകുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് വേണ്ടിയല്ല, ദൈവത്തോട് കൂടിയുള്ള ഒരു ജീവിതമാണ് വിശ്വാസിക്ക് ഏറെ ആവശ്യമെന്ന് നമ്മെ സഭ പഠിപ്പിക്കുന്നത്. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന് സ്പഷ്ടമായ മറ്റൊരു ഉദാഹരണവും നമ്മൾ കാണുന്നുണ്ട്. തങ്ങളോടൊപ്പമായിരുന്ന സൃഷ്ടാവിൻ്റെ ജീവിതത്തിൽ തന്നിൽ നിന്ന് എന്തോ ഒന്ന് നടുവിലെ വൃക്ഷത്തിലെ ഫലത്തിൽ ആ സൃഷ്ടാവ് ഒളിപ്പിക്കുന്നു എന്നുള്ള സ്വയത്തിലേക്കുള്ളൊരു ചിന്തയാണ് ആ മാതാവിനെ, ഹവ്വ എന്ന മാതാവിനെ തെറ്റിലേക്ക് ഒരു വഴി തെളിയിക്കുവാനിടയാവുകയും തുടർന്ന് പറുദീസ അവർക്ക് നഷ്ടമായി തീരുകയും ചെയ്യുന്നത്. നാം ഒന്നോർത്താൽ
വലിയ അനുഗ്രഹങ്ങളോടുകൂടി ഒരു തോട്ടത്തിലാക്കുകയും സകല സൗഭാഗ്യങ്ങളും സന്തോഷവും സമൃദ്ധിയും അവർക്ക് ആ സ്രഷ്ടാവാം ദൈവം നൽകുന്നുണ്ട്. പക്ഷേ അവിടെയും വിലക്കപ്പെട്ട ഒന്നിൽ എന്തോ തങ്ങൾക്ക് ലഭിക്കാത്ത ഒന്നിനെ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സ്വയത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് ആ വലിയ സൗഭാഗ്യങ്ങളാകുന്ന പറുദീസയിൽ നിന്ന് പുറത്തേക്ക് അവർക്ക് വാതിൽ തുറന്നു നൽകിയത്. നാം ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ വ്യക്തി ജീവിതത്തിലും പലപ്പോഴും പലതിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ പലതും നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ആ വേദഭാഗം നന്നായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷം നൽകിയ ആ ദമ്പതികളിൽ ദൈവസാന്നിധ്യം ഭയത്തെയും ഒളിച്ചിരിപ്പിനെയും ഉളവാക്കുന്ന ഒരു സന്ദർഭം വരെ ആയിത്തീരുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഫലവും വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങളിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. അപ്പം നാം പലപ്പോഴും വിയർക്കുവാനും കണ്ണുനീരിലേക്കും കടന്നു പോകുമ്പോൾ ദൈവത്തെ നന്നായി ചേർത്ത് പിടിക്കുവാൻ ഇടയാകണമെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഈ വേദഭാഗം നമുക്ക് നന്നായി നൽകുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും കുരിശിനെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രതീകമായിട്ട് വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഒന്നോർത്താൽ, വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനെന്ന ഭാവത്തെ യേശുതമ്പുരാന് മുമ്പേ പ്രതീകമായി ആ ക്രൂശിൻ്റെ രൂപത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, സ്വയത്തെ ഇല്ലായ്മ ചെയ്ത് ദൈവഹിതത്തിന് ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്നുള്ളത്. ഈ അമ്മ തന്നെയാണ് ഈ മകന് ആ ഒരു വഴിയിലേക്കുള്ള വലിയൊരു വെളിച്ചം തെളിയിച്ചു കൊടുത്തത് എന്നതിനും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് നാം പലരുടെയും മുമ്പാകെ ഒരു മാതൃകയായി തീരുവാൻ ഇടയാകണമെന്ന് വിശ്വാസികളാകുന്ന നമ്മെ സഭയും വേദപുസ്തകവും ഈ വെളിപാട് നമ്മെ നന്നായി പ്രബോധിപ്പിക്കുന്നുണ്ട്. ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ മാതൃകയോടുകൂടി ആയിരിക്കാൻ നമുക്ക് കഴിയണം. പിന്നീട് വേദഭാഗം നമുക്ക് നൽകുന്ന പ്രബോധനം ഇതാണ്: ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തതിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഇന്നിൻ്റെ ലോകത്തിലെ ഏറ്റവും ദൂഷ്യമായ ഒരവസ്ഥ ദൈവത്തെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാനും അളക്കുവാനും കടന്നു പോകുന്നു എന്നുള്ളതാണ്. ബുദ്ധിക്കപ്പുറമായ ഒരു സ്ഥാനമാണ് ദൈവത്തിന് നൽകേണ്ടത് എന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. ബുദ്ധിക്ക് നിരക്കാത്ത ചോദ്യങ്ങളാകുന്നുവല്ലോ പലപ്പോഴും നമ്മിൽ നിന്ന് കടന്നു വരുന്നത്. നമ്മോർത്താൽ, കന്യകയുടെ ജീവിതത്തിൽ പുരുഷനെ അറിയാതെ ഒരു പ്രജയ്ക്ക് ജന്മം നൽകുക, ഒരു മകന് ജന്മം നൽകുക എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്നതല്ലല്ലോ. അപ്പോൾ ആ അനുഭവത്തിൽ ആ ബുദ്ധിക്കും അപ്പുറമായി ദൈവഹിതത്തിന് പലതും ചെയ്യുവാൻ സാധിക്കുമെന്ന് ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ടാകും. പരിശുദ്ധ ദൈവമാതാവിന് ദൂതൻ നൽകിയ വലിയ അനുഭവമാണ്. അപ്പം ബുദ്ധിയേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ നൽവരവും ദൈവകൃപയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊന്നിനെയും തരണം ചെയ്ത് കടന്നു പോകുവാൻ വിശ്വാസിയായി നമുക്ക് സാധിക്കുമെന്നുള്ളത് നാം മറന്നു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ആ ഒരു അനുഭവത്തെ തിരിച്ചറിയുന്ന വെളിപാടാണ് നമുക്ക് ഇന്ന് ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമ്മോർത്ത, ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ട് മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അനവധിയായ പ്രതികൂലതകൾ മോശ നിരത്തുന്നുണ്ട്. തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്. അവിടെയൊക്കെയും ദൈവം അവനെ മുമ്പോട്ട് നയിക്കുമ്പോഴും കൂട്ടായിക്കൊടുത്തത് ഒരു ദണ്ഡാണ്. ആ വടി പലപ്പോഴും മോശയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ടും തീക്കൽപ്പാറയിൽ നിന്ന് ജലം നൽകിക്കൊണ്ടും ഒരു നദിയെ രക്തമാക്കി തീർത്തുകൊണ്ടുമൊക്കെയും ആ ഒരു അനുഭവത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ ബുദ്ധിക്ക് അതീതമായി ദൈവഹിതങ്ങൾ, ദൈവശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മെ നയിക്കുവാൻ ഇടയാകുമെന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. ആയതുകൊണ്ട് തന്നെയും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുമ്പോൾ സ്വയത്തെ മറന്നുകൊണ്ടും ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാതെയും ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതത്തെ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇടയാകണം എന്നുള്ള വലിയൊരു ആഹ്വാനം ഈ ദിവസം നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത പലപ്പോഴും നമ്മെ മുമ്പോട്ട് നയിക്കുമ്പോൾ ആ ജീവിതം നൽകുന്ന വലിയ വെളിച്ചത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറെ പ്രാധാന്യവും മാതൃകാപരമായ ഒരു അനുഭവമാണ്. അങ്ങനെയാണ് ഒരു ദൈവവിശ്വാസി മറ്റൊരുവൻ്റെ മുമ്പിൽ ഒരു വഴികാട്ടിയായി തീരുവാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തെ ഒക്കെയും കണ്ടുകൊണ്ട് ഈ വെളിപാട് നമ്മളിലേക്കും കടന്നു വരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ വേദഭാഗത്തെ വായിക്കുവാനും ഈ ദിവസങ്ങളിലെ ആരാധനകളിൽ ചേർന്നിരിപ്പാനും നമുക്ക് കഴിയണം. ഒന്നുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ, സ്വയത്തെ മറന്നുകൊണ്ട് ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാതെ ദൈവഹിതത്തിന് വഴി തെളിയിച്ചുകൊണ്ട്
ബുദ്ധിക്കപ്പുറമായി ദൈവത്തിന് സകലതും സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ദൈവം മുമ്പാകെ നിലനിൽക്കുവാനായിട്ടിടയാകാം. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ദൈവത്തിന് നന്ദി.